നമ്മളെ ചെറുപ്പത്തിലെ ഓർമ്മകളുള്ള പെരുന്നാളായിരിക്കും ഏറ്റവും അടിപൊളി പെരുന്നാള്. ഇതില് നിങ്ങളെ പെരുന്നാളിന്റെ അനുഭവം ചോദിക്കണേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പെരുന്നാളിന്റെ ഓർമ്മകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് രണ്ട് ശകലങ്ങള് നിങ്ങൾ പറയാ. അല്ല, മുമ്പത്തെ പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ കൂടുന്ന, ഇതിനായിട്ട് ഇന്നത്തെ കാലങ്ങളിൽ ഒരുപാട് ആളുകൾ കൂടാനുള്ള ടെൻഡൻസി കാണിക്കുന്ന ഒരു പെരുന്നാളുകളായിരുന്നു മുമ്പുണ്ടായിരുന്നു. അതായത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ കൂടേനി എന്നുള്ളതാണ്. കുറെ ആൾക്കാരും പിന്നെ കുറെ എന്താ പറയാ, നമ്മളുടെ ആ ഒരു ഇടപെടൽ തന്നെ അതിന് പെരുന്നാളുണ്ട്. അല്ലാതെ ഇന്നെന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ TV, ഇപ്പൊ നമുക്കത് TV കാണാനാണ്, കുറെ ആൾക്കാർ മൊബൈൽ നോക്കി കുത്തിരിക്കുന്നത്. അതല്ലാതെ ഫുള്ള് നമ്മൾ ആ ഒരു ഇലക്ട്രോണിക്സ് ഡിവൈസ് ഒന്നും ഇല്ലാതെ നമ്മള് സംസാരിച്ച് എൻജോയ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഫുൾ എനർജി എൻഗേജ്മെന്റ് ആണ് എല്ലാവരും കൂടി. ബന്ധങ്ങളും സംസാരങ്ങളും നമ്മളെ ബന്ധങ്ങളും അടുപ്പങ്ങളും ഒന്നുകൂടി വർദ്ധിക്കും. അത് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതയായിരുന്നു. അതാണ് കഴിഞ്ഞ കാലത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഒരുമിച്ച് കോഴിക്കോട് പോവേ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഇട്ടിഞ്ഞ് എന്തെങ്കിലും പെരുന്നാളുണ്ടോ? ഓർമ്മയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഉമ്മന്റെ കുടുംബത്തിൽ നിന്ന് പ്രാവശ്യം എല്ലാവരും കൂടി ബീച്ചിൽ പോയ പഴയ കാലത്തൊരു ഓർമ്മ. അങ്ങനെ ഒരു വൈകുന്നേരം ഒരു ദിവസം ഉമ്മനെ വീട്ടിൽ നിന്ന് എന്താ പറയാ, പിന്നെ പെരുന്നാൾ പിറ്റേന്ന് കുറെ ആളുകൾ ഒന്നിച്ചൊരു ബീച്ചിൽ പോയിട്ട്, നമ്മളെ പ്രൈവറ്റ് വണ്ടികളൊന്നും ഉണ്ടാവില്ലല്ലോ, ബസ്സിന് പോയിട്ട് ബസ്സിന് തിരിച്ചു വന്നിട്ട് ഒരു കൊല്ലത്തിനടുത്ത് ബാക്കോട്ടായിരുന്നു. അന്ന് എല്ലാരും കൂടി ഒന്നിച്ച് ഒരു ഉമ്മന്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാരും കൂടി ഒന്നിച്ച് പിന്നെ ബീച്ചിൽ പോയൊരു ഓർമ്മ, ഒരു ഭയങ്കര ഒരു ഓർമ്മ. അന്ന് അവിടെ പോയി രാത്രി ബസ് കയറി ലേറ്റ് ആയി, കുറെ എന്താ പറയാ എൻജോയ് ആയിട്ട് വന്നൊരു ഓർമ്മ. വളരെ ചെറുപ്പമായിട്ട് അങ്ങനെ പുറത്തു നമ്മളെ മനസ്സിൽ അത്രയും നിൽക്കുന്ന ഒരു പെരുന്നാളാണ്. അതായത് പെരുന്നാളല്ല പോയി, പെരുന്നാൾ പിറ്റേ ദിവസം വീട്ടിൽ കൂടാൻ പോകുമല്ലോ. അത് നമ്മളെ വീട്ടിൽ കൂടാൻ വന്ന പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. വലിയ ഫാമിലിയാണല്ലോ ഉമ്മനക്കാരെ. എല്ലാരും വരുമ്പോ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടുന്ന് എല്ലാരും കൂടി ഇങ്ങനെ ഒന്നിച്ച് ബീച്ചിൽ പോകാന്ന് പറയുമ്പോ ഭയങ്കര രസം. അന്ന് അവിടെ പുറത്ത് ഭക്ഷണം കഴിച്ചിരുന്നോ? അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിരുന്നോ ഭക്ഷണം കഴിക്കുക? അങ്ങനെ ഓർമ്മയില്ല. അത് പോയി വരുന്ന ആ ഒരു ടൗണിൽ കൂടെ വന്ന് ബസ് കയറി വരുന്ന ആ ഒരു ഓർമ്മ. നമ്മൾ ആദ്യമായിട്ട് കോഴിക്കോട് കാണുക, അതിന് മുമ്പ് കണ്ടിട്ട് ബീച്ചിൽ പോയിട്ടുണ്ട്. പക്ഷെ അതൊരു ഭയങ്കര ഒരു രസമുള്ള ഒരു യാത്രയായിരുന്നു. കുറെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാം, നമ്മ ഈ പെരുന്നാളിന് നമുക്ക് അമ്മോന് നമ്മളെ ബീച്ചിൽ കൊണ്ടുവന്നൊക്കെ പറഞ്ഞാട്ട് മക്കളെല്ലാരും ഒരു പ്രത്യേക ഒരു രസമുള്ള. പക്ഷെ അന്ന് അതിനൊക്കെ ഒരു മെമ്മറീസിന് ഇപ്പോഴും വാല്യൂ ഉണ്ട്. ഇന്നിപ്പോ മക്കളെ അത്ര വാല്യൂ ഉണ്ടാവണമെന്നില്ല എന്നുള്ളത് അല്ലേ. പക്ഷെ ഇന്നിപ്പോ എല്ലാവർക്കും എല്ലാം സുലഭമായിട്ട് കിട്ടുന്ന ഒരു സമയമാണ്. ഓർമ്മകളെ എല്ലാം. അതുപോലെ അന്നത്തെ ഭക്ഷണത്തെ കുറിച്ച് പറയുകയാണെങ്കിലോ, ഭക്ഷ്യ വിഭവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അന്നും ഇന്നത്തെ മാതിരി ഭക്ഷണം സുലഭമല്ലല്ലോ. ഭക്ഷണം സുലഭമല്ല. ഉണ്ടാക്കുന്ന നമ്മൾ അങ്ങനെ പുറത്തു പോയിട്ട് നമ്മള് വിശാലമായിട്ട് കുറെ ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിന്നെ ഹോട്ടലുകളിലൊക്കെ ഭയങ്കര ഇങ്ങനെ പെരുന്നാളായ നല്ലൊരു ഭക്ഷണം കഴിക്കാന്ന് വേണ്ടി കാത്തിരുന്നത് അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനല്ല, അതൊക്കെ അതിനാണ് കുറെ മുമ്പല്ലേ. നമ്മളെ പഴയ തലമുറ, നമ്മളെ കാലം, നമ്മുടെയും സീനിയേഴ്സുള്ള അല്ല. അതിപ്പോ ജീവിത സാഹചര്യം എങ്ങനെയാവലായിരുന്നോ ആർക്കുണ്ട് എന്നുള്ളതല്ലോ. അങ്ങനെയുള്ള നമുക്ക് അറിയില്ല. അങ്ങനെ നമുക്ക് എന്താ പറയാ, പുറത്തു പോയിട്ട് ഇന്നത്തെ പോലെ വിശാലമായിട്ട് ഒരുപാട് മെനു ഉൾപ്പെടുത്തി ട്രൈ ചെയ്ത് എന്താ പറയാ വിഭവങ്ങൾ മാറി മാറി അങ്ങനത്തെ സംഭവം അന്നില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, നമ്മളെ ബാബു സാറെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പെരുന്നാൾ അനുഭവങ്ങളാണ് കേട്ടത്. ഈ പെരുന്നാളും വളരെ വ്യത്യസ്തമാണ്. ഈ പെരുന്നാൾ വളരെ വ്യത്യസ്തമാണ്. ഈ പെരുന്നാൾ നമ്മളെ പുതിയ വീടുണ്ടാക്കിയതാ, അതില് ഊഞ്ഞാല കെട്ടി ആടി അല്ലേ. അല്ല, നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പുതിയ വീടുണ്ടാക്കി ആദ്യത്തെ പെരുന്നാൾ പറയുമ്പോ ഒരു ഓർമ്മ ഉണ്ടോ? അതെ. ഇന്നിപ്പോ അവിടെ തറവാട്ടിൽ നിന്ന് എല്ലാവരും ഇവിടെ ഇരുന്നു പെരുന്നാൾ, എല്ലാവർക്കും കൂടി ഇവിടെ ഇരുന്നു ഒരു ഗാദറിങ് ഉണ്ടായിരുന്നത്. പിന്നെ കുറെ പേര് വന്നു. അപ്പൊ അങ്ങനെ ഒരു വലിയ സന്തോഷമല്ല നമ്മള്. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ.